നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വീടിന്റെ വാസ്തുപ്രകാരം എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ കാരണം ഉണ്ടോ എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഏതൊരു വീടിന്റെയും ഫെങ്ഷു പ്രകാരം കിഴക്ക് ദിക്ക് ആരോഗ്യത്തിന്റെ ദിക്കാണ്. ഹെൽത്ത് കിഴക്ക് ഭാഗം. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റോ ഒരു സെപ്റ്റിക് ടാങ്കോ വന്നാൽ ഹെൽത്ത് പ്രോബ്ലത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ കിഴക്ക് ഭാഗം ആരോഗ്യത്തിന്റെ ദിക്കാണ്. ഇത് രണ്ടും കിഴക്ക് ഭാഗത്ത് പാടില്ല. വീട്ടിലാണെങ്കിലോ, വീട്ടിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നാലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും. നിങ്ങൾ വീട് പണി കഴിപ്പിച്ചപ്പോഴത്തേക്ക് ഈ വീടിന്റെ കിഴക്ക് ഭാഗം നിങ്ങൾ മിസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ ഈ ഭാഗം നിങ്ങൾ ഇങ്ങനെ മിസ് ചെയ്തെന്ന് വിചാരിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഇത്രയും ഇല്ല, ഈ തെക്ക് കിഴക്ക് ഭാഗം മാത്രം വെളിയിലോട്ട് നിൽപ്പുണ്ട്, ബാക്കി ഇത്രയും ഭാഗം വീട്ടിലില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഹെൽത്ത് പ്രോബ്ലം ഉള്ള വീടാണ്. കാര്യം എന്താണ്? ഈ പറയപ്പെടുന്ന 45 ഡിഗ്രിയാണ് കിഴക്ക്, ആ ഭാഗം വീട്ടിലില്ല. അങ്ങനെയാണെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റോ കിഴക്ക് ഭാഗത്ത് വീട്ടിനകത്തോ പുറത്തോ വന്നാൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും. വീട്ടിനകത്ത് സെപ്റ്റിക് ടാങ്ക് വരില്ല, കിഴക്ക് ഭാഗത്ത് വന്നാൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും. ഈ പറയപ്പെടുന്ന കിഴക്ക് ദിക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ല. വീടിന് കിഴക്കുണ്ട്, വീടിന്റെ കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റ് വന്നിട്ടില്ല, സെപ്റ്റിക് ടാങ്ക് വന്നിട്ടില്ല, കിഴക്ക് ഭാഗം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് എന്ന് കരുതുക. അതിനെന്താണ് കാരണം എന്നുള്ളതാണ്. എന്ത് കാരണം കൊണ്ട് അങ്ങനെ വരാന്നുള്ളതാണ്. ഞാൻ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഫെങ്ഷുയുമായി ബേസ്ഡ് ആണ്. നിങ്ങളുടെ വീട് പണി കഴിപ്പിച്ച അന്ന് മുതൽ വീടിന്റെ ഓരോ ദിക്കിലും, ഇത് നിങ്ങളുടെ എന്നല്ല, ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണ്. നിങ്ങൾ ഒരു മുറി ഒരു ബിസിനസിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പ് ചെയ്താലും ആ ഷോപ്പിലും ഇതുപോലെ 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ട്. അതിന്റെ ഓരോ ദിക്കിലും 2 നക്ഷത്രങ്ങൾ വീതം വന്നിട്ടുമുണ്ട്. അപ്പം നിങ്ങളുടെ ഈ ഭാഗത്ത് 2, 5 എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് ഈ ഇത് നോക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈ കിഴക്ക് ഭാഗത്ത് ഇവിടെ ഒരു ബെഡ്റൂമാണ്. അതല്ലെങ്കിൽ പോട്ടെ, ഈ ഭാഗത്ത് 2, 5 എന്ന് പറയുന്ന നക്ഷത്രം വന്ന് നിൽപ്പുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂമാണ്. ഇത് 2, 5 എന്ന് 2 സ്ഥലത്ത് വരത്തില്ല, ഒറ്റ സ്ഥലത്തേ വരത്തുള്ളൂ. ഈ കിഴക്കിൽ ഞാൻ ഇതിനെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ കാരണം കിഴക്കിൽ വന്നത് കൊണ്ട് ഇത് വന്നു എന്നുള്ളതല്ല, ഈ എനർജിയിൽ കിടന്നാൽ ഇത് വന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ തെക്ക് വശത്ത് നിൽക്കുന്ന നക്ഷത്രം ഏതാണ്? 2-5. ഇവിടെ എന്താണുള്ളത്? ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലാണ് നിങ്ങൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അടുത്ത മറ്റൊരു കാര്യം പറയാം. നിങ്ങളുടെ വീടിന്റെ ദർശനം വടക്ക് ഭാഗത്താണെന്ന് കരുതുക. ഈ വടക്ക് വാതിലിൽ നിങ്ങൾക്ക് നിൽക്കുന്ന നക്ഷത്രം 5-2 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആണെന്ന് കരുതുക. ഈ വീട്ടിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. ഇതില് ഈ പറയപ്പെടുന്ന രണ്ടും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്ന സ്റ്റാറുകളാണ്. അത് നിങ്ങളുടെ ബെഡ്റൂമിലോ വാതിലിലോ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫെങ്ഷു പ്രകാരം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒന്ന്, എല്ലാ വീടിന്റെയും കിഴക്ക് ഭാഗം ആരോഗ്യത്തിന്റെ ദിക്കാണ്. കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റോ മിസ്സിങ്ങോ വന്നാൽ വീട്ടിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. 2, നിങ്ങളുടെ വീടിന്റെ പുറത്ത് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റോ വന്നാലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. 3, നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ ഒരു 2-5 കോമ്പിനേഷനിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. നിങ്ങളുടെ എൻട്രൻസിൽ നിങ്ങൾക്ക് 5-2 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആണ്. വാതിൽ എൻട്രൻസിൽ ഒരു 2 ഉണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. ഇതിനെല്ലാം അപ്പുറത്ത് ഈ വർഷം എന്ന് പറയുന്നത് 2024 ഫെബ്രുവരി 4 മുതൽ 2025 ഫെബ്രുവരി 3 വരെയുള്ള ഏകദേശം ഒരു ചൈനീസ് വർഷക്കാലം. ഈ 2 എന്ന് പറയുന്ന ആനുവൽ സ്റ്റാർ, ഇത് ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് ഞാൻ പറഞ്ഞത്. ഈ 2 എന്ന് പറയുന്ന ആനുവൽ സ്റ്റാർ നിൽക്കുന്നതെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ലോകത്തെല്ലായിടത്തും, ഒരു കടയിലാണെങ്കിലും ശരി തന്നെ, ഒരു ഓഫീസിലാണെങ്കിലും ശരി തന്നെ, ഒരു വീട്ടിലാണെങ്കിലും ഒരു ഫ്ലാറ്റിലാണെങ്കിലും എല്ലാം ഈ സൗത്ത് ഈസ്റ്റിലാണ് 2 നിൽക്കുന്നത്. ഇവിടെ ഈ റൂമിൽ നിങ്ങൾ കിടന്നാൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും. ഈ വർഷത്തെ കാര്യമാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലുണ്ടെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും. അപ്പം ഒരു വീട്ടിൽ ആരോഗ്യ സംബന്ധമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലർക്ക് ഇത് കണ്ടിട്ട് ഒരു പേടി ഉണ്ടാവും, അയ്യോ പ്രശ്നമാണോ,
എന്റെ വീട്ടിലുണ്ടോ? നിങ്ങൾ ഇത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വാസ്തു നോക്കി വെച്ച വീടോ അല്ലാത്ത വീടോ ആയിക്കോട്ടെ, നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ചിട്ട് ഈ നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുക. ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ ഈ 2 ഏത് ഭാഗത്ത് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാനായിട്ട് സാധിക്കും. അപ്പം ആ ഭാഗത്ത് നിങ്ങൾ കിടക്കുന്നുണ്ട്, ആ ഭാഗത്ത് നിങ്ങളുടെ വാതിലുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം ചെയ്യുക. ഇത് നമുക്ക് ഒരു കൺസൾട്ടന്റ് സേവനം വേണമെന്നില്ല. ദിക്കുകൾ മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും തെക്ക് കിഴക്ക് ഭാഗത്താണ് വന്നിരിക്കുന്നത്. അപ്പം ഈ രണ്ടിനുള്ള ഒരു കോമൺ റെമഡി എന്ന് പറയുന്നത് 6 മെറ്റൽ കോയിൻസ്. ഇതൊരു കോമൺ റെമഡിയാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഉലു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, അതും ഇതിന് ഒരു പരിഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ 6 റോഡ് വിൻചെയിമും ഇതിനൊരു പരിഹാരമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ അവിടെ ഹാങ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് പ്രോബ്ലം നമുക്ക് കുറേശ്ശെ അത് ക്യൂറായി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്കിതിന്റെ ഓരോ സ്റ്റാറുകളും, ഇതൊരു 2ന്റെ മാത്രം കാര്യമേ പറഞ്ഞോളൂ, ഇതുപോലെ 9 നക്ഷത്രങ്ങളുണ്ട്. അത് ഗുണവുമുണ്ട് ദോഷത്തിലുള്ളതുണ്ട്. അങ്ങനെ നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തും ഈ ഒരു എനർജിക്കകത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് എനർജി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യണം. ഉറപ്പായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി ഫെങ്ഷുയിലെ ചില ടൂൾസിലേക്ക് പോകാം. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജത്തെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തോ ചെയ്യാം? ഒരു കോൻ കിങ്ങിനെ പ്രധാന വാതിലിലേക്ക് പ്ലേസ് ചെയ്യാം. മെയിൻ ഡോർ തുറന്ന് അകത്തോട്ട് നോക്കുമ്പോൾ ഒരു കോൻ കിങ് ഒരു വാളും പിടിച്ച് വാതിലിലോട്ട് നോക്കി നിൽക്കുന്നു. നെഗറ്റീവായിട്ടുള്ള ഊർജത്തെ അകത്തേക്ക് കയറാതെ കോൻ കിങ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഇനി വീടിന്റെ പുറത്താണെങ്കിലോ, നമുക്ക് ഇതിലത്തുള്ള ഒരു ബാക്വ മിറർ സെറ്റ് ചെയ്യാം. ഇതിലത്തെ ഒരു ബാക്വ മിറർ നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ചിലർ പറയുന്നുണ്ട്, സാർ എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് താല്പര്യമുണ്ട്, ഫെങ്ഷുയിൽ എന്തെങ്കിലും ഒരു ടൂൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് നമുക്കൊരു പ്രധാന ടൂൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ശംഖ്, അതുപോലെ തന്നെ ഒരു ക്രിസ്റ്റലിന്റെ ഗ്ലോബ്, ഇത് രണ്ടും കൂടെ ഒരു പ്ലേറ്റിലാക്കി നമ്മളുടെ സ്വീകരണ മുറിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ മൊത്ത വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വെക്കുന്നത് വിദേശ യാത്രകൾക്ക് നമുക്ക് വളരെ നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട്. അടുത്തത്, വിദ്യാഭ്യാസത്തിന് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഗോഡ ടവർ ഉപയോഗിക്കാം. അത് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. അതുപോലെ ഗ്ലോബ് മാത്രമായിട്ട് വെക്കുന്നതും വിദ്യാഭ്യാസപരമായിട്ട് നേട്ടം ഉണ്ടാവാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.